നമസ്കാരം. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഹനൂക്ക ചടങ്ങിനിടയിൽ 2 തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 16-ലധികം പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശരിക്കും താരമായി മാറിയത് അഹമ്മദ് അൽ അഹമ്മദ് എന്ന സിറിയൻ വംശജനായിരുന്നു. അതൊരു പഴക്കച്ചവടക്കാരനായിരുന്നു. ഈ കാഴ്ച കണ്ടു നിന്ന തീവ്രവാദി ആക്രമണം കണ്ടു നിന്ന അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു മരത്തിൻ്റെ മറവിൽ മറഞ്ഞു നിന്നതിന് ശേഷം ഒരു തോക്കുധാരിയെ കീഴ്പ്പെടുത്തുന്നത്, അതായത് കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, അദ്ദേഹം വഴിയാത്രക്കാരനായിരുന്നു, ഓടിച്ചെന്ന് അയാളുടെ തോക്ക് പിടിച്ചു വാങ്ങി ആ തീവ്രവാദിക്ക് നേരെ തോക്ക് ചൂണ്ടുന്നത് നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ 2 തീവ്രവാദികൾ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കൈകൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഹമ്മദ് അൽ അഹമ്മദ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം, ഈ പാവം മനുഷ്യനെ സഹായിക്കുന്നതിനായി ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്താൻ പല സംഘടനകളും ചേർന്ന് തീരുമാനിച്ചിരുന്നു. $1.3 മില്യൺ ആദ്യ ദിവസം തന്നെ ഇതിനായി അഹമ്മദ് അൽ അഹമ്മദിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഏതാണ്ട് 12 കോടി രൂപ അടുപ്പിച്ചുള്ള തുകയാണ്. ഇന്ത്യൻ രൂപ വെച്ച് നോക്കുമ്പോൾ 12 കോടി അടുപ്പിച്ചുള്ള ഒരു തുകയാണ് അഹമ്മദ് അൽ അഹമ്മദിന് ഇപ്പോൾ സഹായമായി ആദ്യ ദിവസം ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം വംശജനായ അഹമ്മദ് അൽ അഹമ്മദിനായി ഇത്രയധികം പണം അയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതെല്ലാം ജൂത വംശജരാണ്. ജൂത വംശജരുടെ അന്ത്യം കാണുന്നതിന് വേണ്ടി പോരാട്ടം നടത്തുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകൾ നിരവധിയാണ് ഈ ലോകത്തുള്ളത്. ഹമാസും ഹിസ്ബുള്ളയൊക്കെ പോലെയുള്ള സംഘടനകളെല്ലാം തന്നെ അവരുടെ പ്രധാന മുദ്രാവാക്യം തന്നെ ഇതാണ്. അങ്ങനെയുള്ള ആ സമുദായത്തിൽപ്പെട്ട ഒരാളിന് വേണ്ടിയാണ് ജൂത വംശജരായ ലോകമെമ്പാടുമുള്ള ധനികന്മാർ മാത്രമല്ല സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ ക്രൗഡ് ഫണ്ടിങ്ങിൽ പങ്കെടുക്കുകയും വലിയ വലിയ തുകകൾ പലരും അയക്കുകയും ചെയ്തു. അമേരിക്കയിലെ ഒരു ജൂത വംശജനായ വൻകിട ബിസിനസ്സുകാരൻ $66,000 അയച്ചു കൊടുത്തത്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഇദ്ദേഹത്തിനുള്ള സഹായ പ്രവാഹം തുടരുകയാണ്. കാരണം സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ അഹമ്മദ് അൽ അഹമ്മദ് ഈ കൃത്യത്തിന് മുതിർന്നത്. അദ്ദേഹത്തിന് ആളുകളെ കീഴ്പ്പെടുത്തുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കായിക അഭ്യാസമോ ഒന്നും അറിയാവുന്ന ആളല്ല, അദ്ദേഹത്തിന് തോക്ക് ഉപയോഗിക്കാൻ അറിയുന്ന ആളായിരുന്നില്ല. എന്നിട്ടും എത്രയോ മനുഷ്യരെ ഇവർ കൊന്നുകൊള്ളുന്നത് കണ്ട് സഹിക്കാനാവാതെ ആ മനസാക്ഷി കൊണ്ട് മാത്രം ചാടി വീണ് ഈ മനുഷ്യനെ പിടികൂടി അയാളെ കഴുത്തിന് പിടിച്ച് കീഴ്പ്പെടുത്തിയതിന് ശേഷം അയാളെ തോക്ക് പിടിച്ച് വാങ്ങുന്ന ആ രംഗം നമ്മളെല്ലാവരും കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ പോലും ഇത്തരത്തിലുള്ള രംഗങ്ങൾ കാണാറില്ല. നമുക്ക് രോമാഞ്ചത്തോടെ അല്ലെങ്കിൽ നമുക്ക് അല്പം ഭയത്തോടു കൂടി മാത്രമേ ഈ രംഗം കാണാൻ കഴിയുകയുള്ളൂ. അതേസമയം 2 തീവ്രവാദികൾ ഒരാൾ അഹമ്മദ് അൽ അഹമ്മദിനെ വെടിവെക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം ധീരമായി പോരാടുകയാണ്. ഇത് മനുഷ്യ മനസാക്ഷിയുടെ അല്ലെങ്കിൽ നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി മാറുകയാണ് ഈ വ്യക്തി. കാരണം അദ്ദേഹത്തിന് ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു പാവപ്പെട്ട തെരുവിൽ പഴങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ മാത്രമാണ്. അദ്ദേഹം വഴി നടന്നു പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് 2 പേർ യന്ത്രത്തോക്കുകളുമായി എത്തി അവിടെ ഹനൂക്ക പരിപാടിയിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരെ പാവം യഹൂദ വംശജർ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നത്. ഇത്തരത്തിലുള്ള ഒരു നിലപാട് ശരിയല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അഹമ്മദ് അൽ അഹമ്മദ് ചാടി വീണ് അയാളെ കീഴ്പ്പെടുത്തിയതും ഉള്ളിൽ വെടിയേറ്റ് ആശുപത്രിയിലായതും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അൽബേനിസും ഒക്കെ തന്നെ ഈ ധീരനായ മനുഷ്യനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു. ഒരുപക്ഷേ ഇസ്രായേലൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക സഹായം നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. സംഭവം നടന്ന പ്രവിശ്യയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി അഹമ്മദ് അൽ അഹമ്മദിനെ കണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇത് ലോകത്തിന് മുന്നിൽ ഒരു വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ മനുഷ്യൻ്റെ ഇത്ര നിസ്വാർത്ഥമായ ഒരു സേവനം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ കാഴ്ച കൊണ്ട് ഓടി അതുവഴി രക്ഷപ്പെടാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ തീവ്രവാദികൾ കൂടുതൽ ആളുകളെ വെടിയിച്ചു വന്നേനെ. ഏതായാലും അയാളുടെ തോക്ക് പിടിച്ച് വാങ്ങിച്ച് തോക്ക് അയാളെ നേരെ ചൂണ്ടിയപ്പോൾ ആ മനുഷ്യൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അയാളുടെ കൈവശം തോക്കുണ്ടായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും വെടി തീർത്തേനെ. പക്ഷേ അയാൾക്ക് അതിന് സാധിച്ചില്ല. അതിനു മുമ്പ് കൃത്യമായ വെറും കൈകളോടെ എത്തിയ ഈ പാവം മനുഷ്യൻ, പോലീസോ പട്ടാളമോ ഒന്നും ആ ഭാഗത്തില്ലായിരുന്നു, എന്നിട്ടും ധൈര്യത്തോടുകൂടി ചാടി വീണ് ഈ തീവ്രവാദിയെ കീഴടക്കി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു ബഹുമതി. ആ ഓരോ രാജ്യങ്ങളും സത്യത്തിൽ ഇസ്രായേൽ പോലുള്ള രാജ്യം അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കേണ്ട വ്യക്തിയാണ് ഈ അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്നത്. അയാളൊരു സിറിയൻ വംശജനായ സാധാരണ കച്ചവടക്കാരൻ, വളരെ സാധാരണക്കാരനായ 2 മക്കളുടെ പിതാവായ ഒരു മനുഷ്യനാണ്. എന്നിട്ടും അദ്ദേഹത്തിന് മാനവികതയോടുള്ള അല്ലെങ്കിൽ മനുഷ്യരോടുള്ള സ്നേഹം തന്നെയാണ് ഇത്തരത്തിൽ ഇടപെടാനും കൂടുതൽ ആളുകളെ ഈ തീവ്രവാദികൾ ആക്രമിക്കുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കാനുമൊക്കെ കഴിഞ്ഞത്. ഏതിൽ ലോകം ഒന്നടങ്കം ഇപ്പോൾ അഭിനന്ദിക്കുകയാണ് ഈ ധീരനായ, നിസ്വാർത്ഥനായ, അതുപോലെ മനുഷ്യസ്നേഹിയായ ഈ ഒരു വ്യക്തിയെ.